ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടത് മനസ്സിലായി കാണും. നമ്മുടെ ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് അമ്മ പറയണത് ഇത് വിഷക്കൊല്ലിയാണ്. സ്ഥലങ്ങളിലും പലതാണ് പറയണത് കേട്ടോ. അപ്പം വിഷക്കൊല്ലി എന്ന് പറയുന്നുണ്ട്, പഴുതാരച്ചെടി എന്ന് പറയുന്നുണ്ട്, പിന്നെ സർപ്പവിഷം സംഹാരിയോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ ആ ചെടിയും ആ ചെടീനെ കൊണ്ടുള്ള ഗുണങ്ങളും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെടി നമ്മുടെ വീട്ടിലുള്ളത് ഭയങ്കര നല്ലതാണെന്നാട്ടോ പറയണേ. എന്തായാലും ആ ചെടി ഏതാണെന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങളും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ചെടീനെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചെടി. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഷേപ്പ് പറയുന്നത്. ഷേപ്പ് കണ്ടോ, ഒരു പഴുതാരയുടെ ഷേപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പഴുതാരച്ചെടി എന്ന് പറയുന്നത്. ഇത് കണ്ടോ അതിൻ്റെ ഒരു ഇത്. അപ്പം ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് വെട്ടിക്കളയാൻ നോക്കിയപ്പോഴാണ് അമ്മ പറഞ്ഞത് അത് വെട്ടിക്കളയരുത്, ഭയങ്കര ഗുണമുള്ള ഒരു ചെടിയാണ് അത്, ഇവിടെ നിന്നെങ്ങാണ്ടോ അച്ചായി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടുള്ള വിവരണമൊക്കെ എനിക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാട്ടോ. എനിക്കാണെങ്കിൽ നമ്മൾ ഈ വീടുകളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നവർക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ഈ വീട് പരിസരത്തൊക്കെ കാണപ്പെടുന്ന ചെടികളെ പറ്റിയിട്ടൊന്നും ആർക്കും തന്നെ അറിയില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് വീട്ടിലേത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിക്ക സാധനങ്ങളെ പറ്റിയിട്ടൊന്നും അറിയത്തേ ഉണ്ടായില്ല. അപ്പോൾ ഇത് എന്നതാണെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ ഒത്തിരി വലിച്ചു നീട്ടി വീഡിയോ വലുതാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ വീടുകളിലാണെങ്കിൽ കുട്ടികളുള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും പോലും ഈ എന്താ പറയുക എട്ടുകാലി കടിച്ചതും പാറ്റ നക്കിയത് പല്ല് നക്കിയത് പിന്നെ ചെറിയ പഴുതാര കടിച്ചത് അങ്ങനെയുള്ള വിഷമൊക്കെ പറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ഇല പറിച്ചിട്ട് അത് കയ്യിലിട്ടൊന്ന് ഉരുമ്മിയിട്ട് നമ്മൾ അതിൻ്റെ നീര് തേച്ചാൽ മതി. അത് ആ പറ്റിയ വിഷത്തിൻ്റേതായിട്ട് രീതിയിലുള്ള അലർജി കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാതെ അതൊക്കെ പെട്ടെന്ന് മാറുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ മാറിയിട്ടുമുണ്ട് കേട്ടോ, ഇവിടെ വീട്ടിലുള്ളവർക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വലുതായിട്ട് പാമ്പ് കടിക്കുക, അരണ കടിച്ചത്, തേള് കടിച്ചത് അങ്ങനത്തേതായ വലിയ വലിയ വിഷങ്ങളൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ ഉടനടി വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറയുകയൊന്നുമില്ല കേട്ടോ. കാരണം എനിക്കത് അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ്. ഇത് കുറച്ച് നീരെടുത്തിട്ട് ഇത് നെറുകും തലയിലും പിന്നെ നമ്മുടെ ഉള്ളംകാലിലും ഈ എന്താണോ കടിച്ചത് അതുവഴി ഉണ്ടായ മുറിവില്ല, ആ മുറിവിലും കൂടെ ഇതിൻ്റെ നീര് നന്നായിട്ട് തേച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ വിഷം സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കും. എന്നിട്ട് നമുക്കപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ കുറച്ചെങ്കിലും വൈകിയാലും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ വിഷം ഇത് ശരീരത്തിൽ കിടക്കാതെ ഇത് പിടിച്ചു നിർത്തും എന്നൊക്കെ കേട്ടോ പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഓരോ ചെറിയ ചെറിയ സസ്യങ്ങളുടേതും നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതുമൊക്കെ ആയ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.